പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചുകൂടി പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തിന് മുഴക്കം ഉണ്ടായി. പറയാം പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. ഹല്ലേലൂയ. ഈ വേദ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിന്റെ 1-2 വചനങ്ങൾ വായിച്ചിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 1-2 വചനം ഇവിടെ പറയുന്നു പെട്ടെന്ന്. പറയാം പെട്ടെന്ന് പെട്ടെന്ന്. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ അഭിഷിക്തന്മാർ അങ്ങനെ 120 പേർ അടങ്ങുന്ന സംഘം മർക്കോസിന്റെ മാളിക മുറിക്കാൻ കൂടികളപ്പോൾ അവിടെ പറയുന്നു പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ യേശു ഉയർത്തെഴുന്നേറ്റ 50-ാമത്തെ നാൾ വന്നപ്പോൾ ഹല്ലേലൂയ അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. ഹല്ലേലൂയ. പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. ഈ വാക്ക് ഭയങ്കര പെട്ടെന്ന്. ഒന്ന് പറ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. ഹല്ലേലൂയ. പെട്ടെന്ന് പറ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തിൽ മുഴക്കമുണ്ടായി. ഹല്ലേലൂയ. അടുത്ത അവരെ കൂടിയിരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. ഹല്ലേലൂയ. അഗ്നി ജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവർ ഓരോരുത്തരും പതിഞ്ഞു. അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പക്കലിക്കാരെ ഞാൻ നിങ്ങളോട് പറയാം, ഈ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇതിന്റെ അകത്ത് വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. പെട്ടെന്ന് അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത്. യേശു സ്വർഗ്ഗാരോഹണ സമയത്ത് പറയുകയാണ്, നിങ്ങൾ ഈ സ്ഥലത്ത് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. ഹല്ലേലൂയ. യോഹന്നാൻ നിങ്ങൾക്ക് വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, എന്നാൽ ഏറെ നാൾ കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനം കഴിപ്പിക്കും. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ പരിശുദ്ധാത്മ സ്നാനം കഴിപ്പിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അങ്ങനെ അവർ എന്ത് ചെയ്തു? ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെയാണ് ആ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് കൂടിയിരുന്നവരുടെ മേൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടും. ഹല്ലേലൂയ. അപ്പൊ യെരൂശലേം ദേവാലയത്തിന് ഭയങ്കര പെരുന്നാൾ നടക്കുകയാണ്, അവിടെ തിരുനാൾ നടക്കുകയാണ്. ഹല്ലേലൂയ. പക്ഷെ അവിടെ ഒന്നും വെളിപ്പെടാത്ത ദൈവ സാന്നിധ്യം യേശുവിന്റെ ശിഷ്യന്മാരെ യേശുവിന്റെ അമ്മയെ അടങ്ങുന്ന സംഘം ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? ഇറങ്ങി വന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ഈ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. ദൈവത്തിന്റെ ഭയങ്കര മഹത്വത്തോടെ ചലിക്കണം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞാൻ ഒന്ന് പറയാം പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. ഈ വാക്ക് ഭയങ്കര പ്രാധാന്യ വാക്കാണ്, പെട്ടെന്ന്. ഹല്ലേലൂയ. പെട്ടെന്ന് അവിടെ വലിയ കൊടിയ കാറ്റടിച്ചു. പെട്ടെന്ന് എന്ത് ചെയ്തു? വലിയ കൊടിയ കാറ്റടിച്ചു. ഹല്ലേലൂയ. അടുത്ത് പറയുകയാണ്, അവർ വലിയൊരു ആകാശത്തിൽ മുഴക്കം ഉണ്ടായി. ഹല്ലേലൂയ. പെട്ടെന്ന് കൊടിയ കാറ്റടിച്ചു. പെട്ടെന്ന് കൊടിയ കാറ്റടിച്ചു. ഹല്ലേലൂയ. 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 ഇവിടെ പറഞ്ഞു പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന ഒരു ആകാശത്തൊരു മുഴക്കം ഉണ്ടായി. അവർ കൂടിയിരുന്ന വീട് മുഴുവൻ എന്ത് ചെയ്തു? നിറച്ചു. ഹല്ലേലൂയ. എന്ത് നിറച്ചു? ഇവിടെ പറയുന്നത് കൂടിയ വീട് മുഴുവൻ നിറച്ചു. അഗ്നി ജ്വാല പോലെ അവർ പ്രത്യക്ഷമായി. അടുത്ത് പറയുകയാണ്, ആദ്യത്തെ സംബന്ധിച്ച് പെട്ടെന്ന് കൊടിയ കാറ്റടിച്ചു. കൊടിയ കാറ്റടിക്കുന്ന ഒരു ആകാശത്തൊരു മുഴക്കമുണ്ടായി. അവർ കൂടിയിരുന്ന വീട് മുഴുവനും നിറച്ചു. ഹല്ലേലൂയ. അടുത്ത് പറയുകയാണ്, അഗ്നി ജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അടുത്ത് പറയുന്ന അഗ്നി ജ്വാല പോലെ, അഗ്നി ജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. അവരവിടെ കൂടിയിരുന്ന 120 പേര് എന്ത് ചെയ്തു? ഈ അഗ്നി നാവുകൾ പതിഞ്ഞു. അടുത്ത് പറയുകയാണ്, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി തീർന്നു. എല്ലാവരും എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അവർ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്തു? പെട്ടെന്ന് ഒന്നാമത് എന്ത് ചെയ്തു? വലിയ കൊടിയ കാറ്റടിച്ചു. ഹല്ലേലൂയ. അടുത്ത് പറയുകയാണ്, അവർ കൂടിയിരുന്ന വീട് മുഴുവനും അവർ പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്തു?
നിറയപ്പെട്ടു. ഹല്ലേലൂയ. അടുത്ത പറയാണ് അഗ്നി നാവുകൾ, അഗ്നി ജ്വാല പോലെ വിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ഈ ദൈവം എന്ന് പറയുന്നത് തീ കൊണ്ട് ഉത്തരമുള്ള ദൈവമാണ്. ഹല്ലേലൂയ. ഈ വചനം എന്ന് പറഞ്ഞ ദൈവത്തിന്റെ തീയാണ്. യേശു എന്ന് പറഞ്ഞ തീയാണ്. അവൻ ദഹിപ്പിക്കുന്ന അഗ്നി എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. അവന്റെ രൂപത്തെ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ കിടന്നിട്ട് കാണുന്ന ഒരു കാഴ്ചയുണ്ട്. അഗ്നി ജ്വാലക്കൊത്ത കണ്ണുള്ളവൻ. ഹല്ലേലൂയ. മാറത്ത് പൊൻകച്ച കെട്ടി വായിൽ നിന്ന് ഇരുവാഴ്ത്തകളുടെ മൂർച്ചയുടെ വാർപ്പറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നതായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ആ ദൈവമാണ് നമ്മുടെ ദൈവം. അവന്റെ നാവ് എങ്ങനെയുള്ള നാവാണ്? അഗ്നി ജ്വാലയ്ക്കൊത്തുള്ള നാവ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവന്റെ കണ്ണ് എങ്ങനെയുള്ളതാണ്? അഗ്നി ജ്വാലയ്ക്കൊത്ത കണ്ണുകൾ. അവന്റെ മുതൽ സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത്. ഹല്ലേലൂയ. അവന്റെ മാറത്ത് പൊൻകച്ച കെട്ടിയവനായി അവന്റെ വായിൽ നിന്ന് ഇരുവാത്തലകളും മൂർച്ചയുടെ വാർപ്പറപ്പെടുന്നു. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിന് ഭയങ്കര ഗ്ലോറി ഇന്ന് പകൽക്കാരോട് വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യമില്ല. ഈ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഈ ദൈവം അതിശയങ്ങളുടെ ദൈവമാണ്. ആ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇതിന്റെ അകത്ത് വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ഈ ദൈവം നിങ്ങൾക്ക് ഒരു വൻകാര്യങ്ങൾ ചെയ്യുകയാണ്. ഈ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. ഞാൻ പറയാം, ഒന്ന് പറയുമ്പോ പെട്ടെന്ന് അവിടെ കൊടിയ കാറ്റടിച്ചു. പറയാം, പെട്ടെന്ന് കൊടിയ കാറ്റടിച്ചു. ഹല്ലേലൂയ. അടുത്തെന്ത് പ്രത്യക്ഷമായി? അഗ്നി ചോര പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അടുത്ത് പറഞ്ഞ അവരെല്ലാവരുടെ പേരും എന്ത് ചെയ്തു? പതിഞ്ഞു. എത്ര പേരും ഉണ്ടായിരുന്നു? 120 പേർ അടങ്ങുന്ന ഒരു സംഘം മർക്കോസിന്റെ മാളികയിൽ പ്രാർത്ഥിച്ചപ്പോൾ ആ 120 പേരുടെ മേലും ഈ അഗ്നി നാവുകൾ എന്ത് ചെയ്തു? അവിടെ മേൽ പതിഞ്ഞു. ഹല്ലേലൂയ. അടുത്ത് പറയുകയാണ്, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ. അടുത്ത് പറയാണ്, എല്ലാവരെയും എന്തിനാ നിറയപ്പെട്ടു? പരിശുദ്ധാത്മാവിനെ. പറയാം, പരിശുദ്ധാത്മാവിനെ. ഹല്ലേലൂയ. എല്ലാവരും പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ടു. ഹല്ലേലൂയ. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യ ഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന എല്ലാവരും, പറയാം, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. പെട്ടെന്ന് ആ വീട്ടിന്റെ അകത്തൊരു കൊടിയ കാറ്റ് അടിച്ചപ്പോ അവിടെ നിലവാരങ്ങളെല്ലാം മാറി. ഹല്ലേലൂയ. ഇവിടെ കൂട്ടത്തിലുള്ളത് യേശുവിന്റെ അമ്മ മറിയ, മീൻ പിടിക്കാൻ പോകുന്ന പത്രോസ്, അങ്ങനെ ശിഷ്യന്മാര്, അങ്ങനെ ദൈവത്തിന്റെ വേല ചെയ്യാൻ താല്പര്യമുള്ള 120 പേർ അടങ്ങുന്ന ഒരു സംഘം മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് കൂടിയിരുന്നപ്പോൾ അവിടെ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി. ഹല്ലേലൂയ. അവിടെ എന്ത് സംഭവിച്ചു? പെട്ടെന്ന് എന്ത് ചെയ്തു? വലിയ കൊടിയ കാറ്റ് അടിച്ചു. ഹല്ലേലൂയ. പെട്ടെന്ന് ഒരു കൊടിയ കാറ്റ് അടിച്ചപ്പോൾ നമ്മുടെ ജീവിത നിലവാരങ്ങൾ മാറി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുകയാണ്, ഇന്ന് പകൽക്കാലം ആ ദൈവത്തിന്റെ കൊടിയ കാറ്റ് ഇതിന്റെ അകത്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ നെയ്യാറ്റിൻകര പട്ടണത്തിൽ ദൈവത്തിന്റെ കൊടിയ കാറ്റ് അടിക്കുകയാണ്. ആ ശിഷ്യന്മാരുടെ പേര് അവിടെ കൂടിയ 120 പേർ ഈ ദൈവത്തിന്റെ കൊടിയ കാറ്റ് അടിച്ചപ്പോൾ അവിടെ ജീവിത നിലവാരങ്ങൾ മാറിയതുപോലെ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ആ കൊടിയ കാറ്റ് ഇതിനകത്ത് അടിക്കുന്നു. നിങ്ങളുടെ ജീവിത നിലവാരങ്ങൾ മാറപ്പെടുകയാണ്. എത്ര പേർ കൂടിയിരിക്കുന്നു? എല്ലാവരുടെ പേരും അവിടെ 120 പേർ കൂടിയിരുന്നു. 120 പേരുടെ പേരും ദൈവത്തിന്റെ കൊടിയ കാറ്റ് അടിച്ചു. അഗ്നി നാമങ്ങൾ പ്രത്യക്ഷമായി അവിടെ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് ഉച്ചരിക്കാൻ നൽകിയതുപോലെ അന്യ ഭാഷയെ സംസാരിച്ചു തുടങ്ങി. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ കര ഇന്ന് പകൽക്കാലം വെളിപ്പെടുകയാണ്. ദൈവത്തിന്റെ കൊടിയ കാറ്റ് അടിച്ചു. അവിടെ ചരിത്രങ്ങൾ മാറാൻ തുടങ്ങി. ഹല്ലേലൂയ. അവിടെ ജീവിതം മാറാൻ തുടങ്ങി. അതുവരെ കണ്ട പത്രോസിനെ അല്ല, പിന്നെ
പിന്നെ കാണുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയും, ഇതേപോലെ പെട്ടെന്ന് ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. പെട്ടെന്ന് ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് വെളിപ്പെടാൻ പോവുകയാണ്. പെട്ടെന്ന് ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ തലമുറയുടെ മേൽ വെളിപ്പെടാൻ പോവുകയാണ്. പെട്ടെന്ന് ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക മേഖല വെളിപ്പെടാൻ പോവുകയാണ്. പെട്ടെന്ന് ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് വെളിപ്പെടാൻ പോവുകയാണ്. പെട്ടെന്ന് ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ ജോലി സ്ഥലത്ത് വെളിപ്പെടാൻ പോവുകയാണ്. പെട്ടെന്ന് ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ ആത്മീയ തലത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. പെട്ടെന്ന് ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ ശുശ്രൂഷ മേഖല വെളിപ്പെടാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ തളർന്ന് കരഞ്ഞ് തളർന്നിരിക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ ഇന്ന് പകൽക്കാലം പെട്ടെന്ന് ദൈവത്തിന്റെ കൊടിയ കാറ്റ് നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് ഇറങ്ങുകയാണ്. ഹല്ലേലൂയ. മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് വെളിപ്പെട്ട ആ ദൈവത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് ഇറങ്ങുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറയാം, ഈ പെട്ടെന്ന് ദൈവത്തിന്റെ കൊടിയ കാറ്റ് അടിച്ചപ്പോൾ എല്ലാ നിലവാരങ്ങളും മാറി. ഹല്ലേലൂയ. എല്ലാ നിലവാരങ്ങളും മാറി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ഇന്ന് പകൽക്കാലം പെട്ടെന്ന് ഈ കൊടിയ കാറ്റ് അടിക്കുമ്പോൾ ദൈവത്തിന്റെ ഭയങ്കര മഹത്വം നിങ്ങളുടെ മേൽ വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ ഭയങ്കര ശക്തി നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോകണം. ഞാൻ നിങ്ങളോട് പറയാം, പെട്ടെന്ന് ചില അത്ഭുതങ്ങൾ പറയാം. പെട്ടെന്ന് ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ ദൈവത്തിന് ഭയങ്കര ഗ്ലോറി ഇതിന്റെ വെളിപ്പെടുകയാണ്. ഞാൻ പറയാം, പെട്ടെന്ന് മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് ഈ കാറ്റങ്ങോട്ട് അടിച്ചു. ഹല്ലേലൂയ. എന്ത് കാറ്റടിച്ച? വലിയ കൊടിയ കാറ്റടിച്ചു. ഹല്ലേലൂയ. അപ്പോ തന്നെ അഗ്നി ജ്വാല പോലെ വിളനിൽക്കുന്ന ആളുകൾ എന്ത് ചെയ്തു? അവർക്ക് പ്രത്യക്ഷമായി. ഹല്ലേലൂയ. അഗ്നി ജ്വാല പോലെ വിളനിൽക്കുന്ന ആളുകൾ പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ഹല്ലേലൂയ. ഈ കൊടിയ കാറ്റ് അടിച്ചപ്പോൾ തന്നെ അതിനോടൊപ്പം എന്ത് വെളിപ്പെട്ടു? അഗ്നി ജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ പ്രത്യക്ഷമായി. അപ്പൊ അവിടെ കൂടിയിരുന്ന 100 മേൽ എന്ത് ചെയ്തു? ഈ അഗ്നി നാവുകൾ വന്നു വീണു. ഹല്ലേലൂയ. എല്ലാവരുടെ മേൽ എന്ത് ചെയ്തു? ഈ അഗ്നി ജ്വാല പോലെ നാവുകൾ എന്ത് ചെയ്തു? അവിടെ മേൽ വന്നു വീണു. അവിടെ മേൽ പതിഞ്ഞു. എല്ലാവരുടെ മേൽ എന്ത് ചെയ്തു? പതിഞ്ഞു. എന്നിട്ട് പറയുകയാണ്, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ദൈവത്തിന്റെ ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യ ഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം മീൻ പിടിച്ച് നടന്ന, ആർക്കും വേണ്ടാത്ത, എഴുത്തുമാരെ അറിഞ്ഞുവിടാത്ത, എല്ലാവരും മാറ്റി നിർത്തിയിരുന്ന ഒരു കൂട്ടം പേർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ നമ്മുടെ മേൽ വലിയ കൊടിയ കാറ്റ് അടിച്ചു. അവിടെ ജീവിത നിലവാരങ്ങൾ മാറ്റപ്പെട്ടു. ഹല്ലേലൂയ. അവിടെ നിലവാരങ്ങൾ മാറി. അവരുടെ അത്ഭുതമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയാം, ഈ ദൈവത്തിന്റെ ഭയങ്കര മഹത്വം ഈ ബോധന ഇവിടെ വ്യാപരിക്കുന്നു. ദൈവത്തിന്റെ ഭയങ്കര മഹത്വം ഇന്ന് പകൽക്കാരോട് വ്യാപരിക്കുകയാണ്. യേശുവിന്റെ ശക്തിയുടെ ചലിക്കുകയാണ്. ആ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇന്ന് ഈ നാളിലൂടെ വെളിപ്പെട്ട് വരികയാണ്. ഹല്ലേലൂയ. സ്വർഗ്ഗം ഇറങ്ങി നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. സ്വർഗ്ഗം ഇറങ്ങി നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നു. ആ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇവിടെ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? എല്ലാവരും നിറയപ്പെട്ടു. പരിശുദ്ധാത്മാവിനാൽ എല്ലാവരും നിറഞ്ഞു. അപ്പോൾ തന്നെ ദൈവം അവിടെ നാം എന്ത് കൊടുത്തു? അന്യഭാഷ. ഹല്ലേലൂയ. ദൈവം എന്ത് കൊടുത്തു? അന്യഭാഷ. എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളം അറിയാം. നമുക്ക് മലയാള ഭാഷ അല്ല ദൈവം തരുന്നേ. ഒരു എഴുത്തും അറിഞ്ഞ വ്യക്തി എന്ത് സംസാരിക്കും? ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഹിന്ദി സംസാരിക്കാൻ തുടങ്ങും, തെലുങ്ക് സംസാരിക്കാൻ തുടങ്ങും, ഹീബ്രു സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ലാറ്റിൻ ഭാഷ സംസാരിക്കാൻ തുടങ്ങി, ജർമ്മൻ ഭാഷ സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഫ്രഞ്ച് ഭാഷ സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ഈ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ബോധന ഇതിന്റെ അകത്ത് വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ നാവിലേക്ക് ദൈവത്തിന്റെ അഭിഷേകം ചലിച്ചാൽ നിങ്ങൾ അന്യ ഭാഷയിൽ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ ദൈവത്തിന്റെ അഭിഷേകം വീട് കഴിഞ്ഞാൽ നിങ്ങളുടെ നിലവാരങ്ങൾ മാറുകയാണ്. ഹല്ലേലൂയ. ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിഞ്ഞുകൂടാത്ത ആൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ.
ഹിന്ദി അറിഞ്ഞൂടാത്ത ആള് ഹിന്ദി സംസാരിക്കുന്നത് നേരെ മലയാളം പോലും എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാത്ത വ്യക്തി എന്ത് സംസാരിക്കാൻ തുടങ്ങി? ഇംഗ്ലീഷിൽ സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. നേരെ മലയാളം എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാത്ത വ്യക്തി തമിഴിൽ സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. നേരെ മലയാളം എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാത്ത വ്യക്തി ഹിന്ദി സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. നേരെ മലയാളം എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാത്ത വ്യക്തി ഗ്രീക്ക് ഭാഷ സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. നേരെ മലയാളം എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാത്ത വ്യക്തി അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? ജർമ്മൻ ഭാഷ സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഞാൻ പറയാം, നേരെ എഴുതാനും വായിക്കാൻ അറിഞ്ഞുകൂടാത്ത വ്യക്തി അവർ എബ്രായ ഭാഷ സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെന്ന വ്യക്തിയല്ല അവിടെ ചലിക്കുന്നത്, പിന്നെ സ്വർഗ്ഗത്തിലെ ദൈവമാണ് ചലിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ നാവിനോട് സംസാരിക്കുന്നത് ദൈവത്തിന്റെ നാവാണ്. ഹല്ലേലൂയ. ദൈവം മോശയോട് പറയുന്ന കാര്യം, മോശ പറയുന്നത്, അയ്യോ ദൈവമേ, ഞാൻ വിക്കനാണ്, തടിച്ച നാവുള്ളവനാണ്, നീ വേറെ ആരും അയക്കണമേ. ദൈവം പറയുന്നു, ഈ ഊമനെ വിക്കരെല്ലാം സൃഷ്ടിച്ചതാരും ഞാൻ തന്നെ, പക്ഷേ ഞാൻ എന്ത് ചെയ്യും? നിന്റെ വായെ എന്റെ വായായിട്ട് മാറ്റി. ഹല്ലേലൂയ. നിന്റെ വായോട് കൂടെ ഞാൻ ഇരിക്കും. നീ സംസാരിക്കേണ്ടത് ഞാൻ എന്ത് ചെയ്യും? നിന്റെ നാവിലൂടെ സംസാരിക്കും. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിന്റെ ശക്തി. എത്ര വിക്കനായാലും, എത്ര പൊട്ടനായാലും, എത്ര ജഗടനായാലും, ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ദൈവം നിന്റെ മേൽ വന്നു കഴിഞ്ഞാൽ നീ സംസാരിക്കാൻ തുടങ്ങും, നീ 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 കേൾക്കാൻ തുടങ്ങും, നീ കാണാൻ തുടങ്ങും, നീ അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ദൈവത്തിന്റെ അഭിഷേകം ഒരു രക്തസ്രാവക്കാരി സ്ത്രീയുടെ മേൽ വെളിപ്പെട്ടപ്പോൾ അവിടെ രക്തസ്രാവം നിന്നുപോയി. ഹല്ലേലൂയ. ഒരു മുടന്തന്റെ മേൽ ദൈവത്തിന്റെ ശക്തി ചലിച്ചപ്പോൾ എന്ത് ചെയ്തു? എല്ലാം മുടന്തന്മാർ നടക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ അഭിഷേകം ഇതാ പത്രോസിലൂടെ സുന്ദരമെന്ന ദേവാലയത്തിന് മുമ്പിൽ വെച്ച് 40 വർഷമായി നടക്കാത്ത അമ്മയുടെ ഗർഭം നടക്കാത്ത മനുഷ്യനെ ചലിച്ചപ്പോൾ ആ മനുഷ്യർക്ക് എഴുന്നേറ്റ് എന്ത് ചെയ്യാൻ തുടങ്ങി? കുതിച്ച് ചാടി തുള്ളിച്ചാടി നടക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി ഇതാ ഒരു വിധവയുടെ മകന്റെ മേൽ വ്യാപരിച്ചു. ആ മകൻ മരിച്ചുപോയി. പക്ഷേ ദൈവത്തിന്റെ ശക്തിയോടെ ചലിച്ചപ്പോൾ എന്ത് ചെയ്തു? ആ മകൻ ജീവിച്ചു. അതേപോലെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ചലിക്കാൻ തുടങ്ങിയ നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ കയ്യാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തി നടക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവ് ഒരുത്തന്റെ മേൽ വന്നു കഴിഞ്ഞാൽ അവന്റെ ജീവിതം പിന്നെ മാറുകയാണ്. ഹല്ലേലൂയ. അവന് സാധാരണപ്പെട്ട വ്യക്തിയല്ല, അവന്റെ ജീവിതത്തെ കണ്ടെടുത്ത് മാറ്റുകയാണ്. ഹല്ലേലൂയ. ഈ അഭിഷേകം വന്ന് വീണപ്പോൾ ഇവിടെ ചരിത്രങ്ങൾ മാറാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇവിടെ സംസാരം മാറാൻ തുടങ്ങി, അവിടെ നോട്ടം മാറാൻ തുടങ്ങി, അവിടെ ചിന്ത മാറാൻ തുടങ്ങി, അവിടെ പ്രവൃത്തികൾ മാറാൻ തുടങ്ങി. മീൻ പിടിച്ച് നടന്ന പത്രോസ്, എഴുത്തുമാരെ അറിഞ്ഞെടുത്ത പത്രോസ്, ഒരു നേരെ പ്രസംഗിക്കാൻ പോലെ അറിഞ്ഞെടുത്ത പത്രോസ്, അവന്റെ മേൽ ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്ന് വീണപ്പോൾ അവൻ എഴുന്നേറ്റ് ഒരൊറ്റ പ്രസംഗം പ്രസംഗിച്ചു. ഹല്ലേലൂയ. 3000 പേർ രക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ. വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും, പത്രോസ് എഴുന്നേറ്റ് നമ്മോട് ഒരു പ്രസംഗം പറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് മക്കൾക്കാരെ ഞാൻ പറയാം, ഇപ്പോൾ ദൈവത്തിന് ഭയങ്കര ഗ്ലോറി വ്യാപരിക്കുന്നു. ഈ മക്കൾക്കാരെ ഇറങ്ങിയിട്ടുണ്ട്. ആ ദൈവത്തിന് ഭയങ്കര മഹത്വം മകൾക്കാരെ ദൈവത്തിന് ഭയങ്കര ഗ്ലോറി വെളിപ്പെടുത്തും. ഇത് മക്കൾക്കാരെ ഇറങ്ങിയിട്ടുണ്ട്. നാമത് ഞാനിപ്പോൾ പറയാം, ആ ദൈവത്തിന് ഭയങ്കര ഗ്ലോറി വെളിപ്പെടുക. സ്വർഗ്ഗ തീയാനായാണ്, സ്വർഗ്ഗ തീയ, സ്വർഗ്ഗ തീയ. അഭിഷേകം പ്രാപിച്ചപ്പോൾ അതുപോലെ പ്രസംഗിക്കാത്ത പത്രോസ് എഴുന്നേറ്റ് പ്രസംഗം പ്രസംഗിച്ചു. അന്ന് 3000 പേർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയോട് ചേർന്നു. അതാണ് പരിശുദ്ധാത്മാവ് ഒരുത്തന്റെ മേൽ വന്നു കഴിഞ്ഞാൽ അവന്റെ മേൽ വെളിപ്പെടുന്ന വ്യത്യാസം ഇതാണ്. ഹല്ലേലൂയ. അതുവരെ പത്രോസ് പ്രസംഗിച്ചിട്ടില്ല, പക്ഷെ അന്ന് എഴുന്നേറ്റ് പ്രസംഗം പ്രസംഗിച്ചു. ഹല്ലേലൂയ. അന്ന് എത്ര പേർ രക്ഷിക്കപ്പെട്ടു? 3000 പേർ. പറ, 3000 പേർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയോട് ചേർന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ചരിത്രങ്ങൾ മാറും. ഹല്ലേലൂയ. നിങ്ങളുടെ ചരിത്രങ്ങൾ മാറും, നിങ്ങളുടെ നിലവാരങ്ങൾ മാറും. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ദൈവത്തിന്റെ കരം വെളിപ്പെടുക. നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം വെളിപ്പെടുക. പറ, നിങ്ങളുടെ മേൽ
നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം വെളിപ്പെടുകയാണ്. നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയാം, ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കും. ഹല്ലേലൂയ. ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തിരിക്കും. ഈ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി നിങ്ങളുടെ മേൽ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ഈ ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യമില്ല. ഈ ദൈവം നിങ്ങൾക്ക് വൻകാര്യങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. ഈ അഭിഷേകം പ്രാപിച്ചപ്പോൾ ഈ ശിഷ്യന്മാരുടെ നിലവാരങ്ങളെല്ലാം മാറി. ഹല്ലേലൂയ. അവർ ഓടി നടന്ന് ദൈവത്തിന് വേല ചെയ്യാൻ തുടങ്ങി. ഹല്ലേലൂയ. അങ്ങനെ ഇന്ന് പകൽക്കൽ ഞാൻ പറയും, ഈ അഭിഷേകം നിങ്ങളുടെ മേൽ വീണ് കഴിഞ്ഞാൽ നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം വെളിപ്പെടും. നിങ്ങളുടെ ചരിത്രങ്ങൾ മാറും. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഒരു വേദഭാഗം കൂടി വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വചനം. അപ്പോസ്തല പ്രവൃത്തികൾ 9:3. പ്രയാണം ചെയ്ത് ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തുനിന്ന് ഒരു വെളിച്ചം അവന് ചുറ്റും മിന്നി. പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി ഇതാ ശൗൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മേൽ എന്ത് ചെയ്യാണ്? വിടുകയാണ്. ഹല്ലേലൂയ. ശൗലിന്റെ പ്രത്യേകത നമ്മൾ കാണാൻ കഴിയും. അവൻ എന്ത് ചെയ്യുന്നു? ക്രിസ്ത്യാനികളെ ആരെങ്കിലും യേശുവിനെ പ്രസംഗിച്ചാൽ അവരെ വലിച്ചിഴച്ച് അടിയും കൊടുത്ത് നേരെ ജയിലിൽ കൊണ്ടിടുക. അതാണ് അവന്റെ തൊഴിൽ. ഹല്ലേലൂയ. അവന് മഹാപുരോഹിതന്മാരുടെ ഒരു അധികാര പത്രമുണ്ട്. ഹല്ലേലൂയ. അവൻ അധികാര പത്രവുമായിട്ടാണ് ദമസ്കോസിൽ പാർക്കുന്ന സകല ക്രിസ്ത്യാനികളെയും എന്ത് ചെയ്യാൻ വേണ്ടി, ഹല്ലേലൂയ, ദൈവത്തിന്റെ മക്കളെ എന്ത് ചെയ്യുന്നു? പിടിച്ചിഴച്ച് ജയിലിലടക്കാൻ വേണ്ടി പോകുന്നപ്പോ ഇവിടെ പറഞ്ഞ ഒന്നാദ്യം പറയുന്നത് ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണി കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നു. ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചു കെട്ടി യെരൂശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാര പത്രം വാങ്ങി. ഹല്ലേലൂയ. ഇത് എന്ത് ചെയ്യാണ്? ദമസ്കോസിലുള്ള സകല ക്രിസ്ത്യാനികളെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ഇവിടെ പറഞ്ഞ ഈ മാർഗക്കാർ യേശുവിനെ പ്രസംഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാം പിടിച്ചു കെട്ടി, ഹല്ലേലൂയ, യെരൂശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാര പത്രം വാങ്ങി. ഹല്ലേലൂയ. ഈ പള്ളിക്കാരാണ്, ഈ മഹാപുരോഹിതന്റെ കയ്യിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഈ അധികാര പത്രം വാങ്ങുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കട്ടെ, ഈ പള്ളിയിൽ പോകുന്ന ക്രിസ്ത്യാനിയാണോ? ഹല്ലേലൂയ. ക്രിസ്ത്യാനികളാണ്. പക്ഷെ പള്ളിയിൽ പോണത് ക്രിസ്ത്യാനിയാണെങ്കിൽ പോലും അവരെ പലരും എന്ത് ചെയ്യുന്നില്ല? യഥാർത്ഥ ദൈവത്തെ എന്ത് ചെയ്യുന്നില്ല? ആരാധിക്കുന്നില്ല. ഹല്ലേലൂയ. ഇവർ യഥാർത്ഥ ദൈവത്തെ ആരാധിക്കാതെ അവർ വേറൊരു രീതിയിൽ എന്ത് ചെയ്യുന്നു? ആരാധിച്ചു പോകുന്നു. ഹല്ലേലൂയ. ആ സമയത്താണ് എന്ത് ചെയ്തത്? പത്രോസിന്റെ മേലെ യോഹന്നാന്റെ മേലൊക്കെ ദൈവത്തിന്റെ അഭിഷേകത്തെ ദൈവം പകർന്ന് ദൈവം ഒറിജിനൽ ദൈവത്തെ തെളിയിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാണ്? ഇവര് യേശുവിനെ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അത്ഭുതങ്ങൾ അടയാളം നടന്നു. ഹല്ലേലൂയ. മറ്റു പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ഒക്കെ ചെയ്തു. പക്ഷേ അതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ലായിരുന്നു. ഹല്ലേലൂയ. അവരുടെ റൂട്ട് വേറെ, ശരിയായ റൂട്ടിലൂടെ അല്ല അവർ വെക്കുന്നത്. അവർ പള്ളിയിൽ പോകുന്നു, പാടുന്നു, പ്രാർത്ഥിക്കുന്നു, ഒക്കെ ചെയ്യുന്നു, ശരി തന്നെ. പക്ഷെ ഞാൻ പറയാം, ആ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി അവിടെ മേൽ വെളിപ്പെട്ടില്ല. ഹല്ലേലൂയ. പക്ഷേ ഈ പത്രോസ് യോഹന്നാനൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, അവർ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ ശക്തി ചലിക്കാൻ തുടങ്ങി. അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ വീര്യപ്രവൃത്തി എന്ത് ചെയ്യാൻ തുടങ്ങി? നടക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അപ്പോൾ ഈ ശൗല് ഭയങ്കര പള്ളി ഭക്തനായിരുന്നു. ഹല്ലേലൂയ. ഭയങ്കര പള്ളി ഭക്തനായിരുന്നു. ഹല്ലേലൂയ. എന്നിട്ട് എന്ത് ചെയ്യുകയാണ്? അങ്ങനെ യേശുവിനെ പ്രസംഗിക്കുന്ന എല്ലാവരും പിടിച്ചു കേട്ടാൽ മതി. ഈ പള്ളിയിൽ നിന്ന് കുറെ പേര് മാറിയാണ് യേശുവിനെ എന്ത് ചെയ്ത് പ്രസംഗിക്കുന്നത്. ഇന്നത്തെ കാലത്ത് നടക്കും പോലെ പല ചർച്ചകളിൽ നിന്ന് വിട്ട് പല പെന്തക്കോസിലേക്ക് ഒഴുകുന്നതിന് കാരണം ഒന്നേ ഉള്ളൂ. അവരെല്ലാവരും എന്ത് ചെയ്യും? ഈ പെന്തക്കോസുകാരെ അല്ലെങ്കിൽ ദൈവത്തിന്റെ അഭിഷേകം പ്രാപിച്ചവർ എവിടെ നിന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാൽ അവിടെ ദൈവത്തിന്റെ ശക്തി ചലിക്കും, അവിടെ അഭിഷേകത്താൽ നിറയും, അവരെന്ത് ചെയ്യും? അത്ഭുതങ്ങൾ മറ്റേ വീര്യപ്രവൃത്തി നടക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പല മറ്റുള്ള ആർസിക്കാരിൽ റോമൻ കത്തോലിക്കുന്ന മറ്റുള്ള മലങ്കര മറ്റിങ്ങനെ യാക്കോബായ CSI എന്നിടക്കുന്ന എല്ലാ ആൾക്കാരെ ഇങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ദൈവത്തെ സത്യസന്ധമായി എവിടെ ആരാധിക്കുന്നോ ആ പ്രാർത്ഥന സ്ഥലങ്ങളിലേക്ക് ഒഴുകുന്നൊരു കാരണം ഇതേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറയാം, അങ്ങനെ പോകുന്നവരെ പിടിച്ചു കെട്ടി യേശുവിനെ ആരാധിക്കുന്നവരെ പിടിച്ചു കെട്ടാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്?
ശൗല് പോയി മഹാപുരോഹിതനോട് പറയാൻ ബിഷപ്പിനോട് പറയുകയാണ്, ഈ ദമസ്കോസിലെ എല്ലാ പള്ളികളിലെ കീഴിലുള്ള ആൾക്കാരുടെ പള്ളികളിൽ നിന്ന് എനിക്ക് അധികാര പത്രം തരണം. ഈ പള്ളികളിൽ നിന്നാണ് കുറെ പേർ എന്ത് ചെയ്യുന്നത്, ഈ പള്ളിയിൽ പോവാതെ ചാടി വേറെ ആരാധനയ്ക്ക് പോകുന്നത്. ഹാലലൂയ. അവരെല്ലാം പിടിച്ചു കെട്ടാൻ വേണ്ടിയുള്ള അധികാരം എനിക്ക് തരണം. അങ്ങനെ മഹാപുരോഹിതൻ എന്ത് ചെയ്യണം, ഇങ്ങനെ അധികാര പത്രം കൊടുക്കുക. ബിഷപ്പ് എന്റെ കീഴ് 100 ചർച്ചുണ്ട്. ഈ 100 ചർച്ചിലുള്ളവരെ പിടിച്ചു കെട്ട, പള്ളിയിൽ നിന്ന് ചാടി വേറെ ആരാധനയ്ക്ക് പോകുന്നവരെ പിടിച്ചു കെട്ടാനുള്ള അധികാര പത്രം ഞാൻ നിനക്ക് തരാം. ഹല്ലേലൂയ. അങ്ങനെ എന്ത് ചെയ്യാണ്, ഈ ശൗലിന് ഈ അധികാര പത്രം കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ഈ അധികാര പത്രവും വാങ്ങിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതാ ശൗല് പോവുകയാണ്. ഹല്ലേലൂയ. കുതിരപ്പുറത്ത് കയറി, ഹല്ലേലൂയ, വളരെ അഹങ്കാരിയായി, ഹല്ലേലൂയ, വലിയ വീരനായിക്കൊണ്ട് എന്ത് ചെയ്യാണ്, ഈ യേശുവിനെ പ്രസംഗിക്കുന്നവരെ ശിഷ്യന്മാരെയൊക്കെ പിടിച്ചു കെട്ടി ജയിലിലാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, ഇവനിങ്ങനെ കുതിരപ്പുറത്ത് പോവുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ പോകുന്ന സമയത്ത്, ഹല്ലേലൂയ, അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിനോട് സമീപിച്ചപ്പോൾ എവിടേക്കാണ് പോകുന്നത്, ദമസ്കോസിലേക്ക് പോകുന്നത്. യെരുശലേമിൽ നിന്ന് ദമസ്കോസിലേക്ക് പോവുകയാണ്. എന്തിനാണ് പോകുന്നത്? ദമസ്കോസിൽ താമസിക്കുന്ന യേശുവിനെ ആരാധിക്കുന്നവരെ എന്ത് ചെയ്യാൻ വേണ്ടി, ഹല്ലേലൂയ, പിടിച്ചു കെട്ടാൻ വേണ്ടി. ഹല്ലേലൂയ. ഞാൻ പറയാം, പിടിച്ചു കെട്ടാൻ വേണ്ടി അവരെ എന്ത് ചെയ്ത് പോവുകയാണ്. ഹല്ലേലൂയ. പോകുന്ന സമയം, ഹല്ലേലൂയ, ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച്, ഹല്ലേലൂയ, ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് എന്ത് ചെയ്യണം, ദൈവം അവിടെ പെട്ടെന്ന് ആകാശത്തു നിന്നൊരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. ഹല്ലേലൂയ. അവൻ നിലത്തു വീണു. ഹല്ലേലൂയ. പെട്ടെന്ന് തന്റെ മക്കളെ ഉപദ്രവിക്കാൻ പോകുന്ന, യേശുവിന്റെ മക്കളെ ഉപദ്രവിക്കാൻ പോകുന്ന, പിടിച്ചു കെട്ടി ജയിലിൽ കൊണ്ടിടാൻ പോകുന്ന ശൗലിന്റെ മേൽ എന്ത് ചെയ്തു, ഒരു വലിയൊരു വെളിച്ചം മിന്നി. ഹല്ലേലൂയ. അവിടെ പറഞ്ഞത് പെട്ടെന്ന് ആകാശത്തൊരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. ഹല്ലേലൂയ. അവൻ നിലത്തു വീണു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുകൊണ്ടാണ് ഒരു ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ ഉപദ്രവിച്ച് ആര് തിരിച്ച് പ്രതികരിക്കുന്നതിന് കാരണം. ഇപ്പൊ ഒരു പാസ്റ്ററെ അടിച്ചാൽ തിരിച്ച് പാസ്റ്റർ പോയി അടിക്കാത്തതിന് കാരണം ഇതാണ്. നമുക്ക് വേണ്ടി ചോദിക്കാൻ പറയാൻ ആരുണ്ട്? ഒരു യേശു കർത്താവുണ്ട്. ഹല്ലേലൂയ. ദമസ്കോസിൽ താമസിക്കുന്ന ദൈവത്തിന്റെ മക്കളെ പിടിച്ചു കെട്ടി ജയിലാക്കി വേണ്ടി പോകുന്നവനെ സ്വർഗത്തിൽ നിന്നൊരു വെളിച്ചം എന്ത് ചെയ്ത് അടിച്ചു. ഹല്ലേലൂയ. ആ അടിയോടുകൂടെ എന്ത് ചെയ്തു, ആ വെളിച്ചാണ് ചുറ്റും മിന്നിയപ്പോ തന്നെ ആ വെളിച്ചത്തിന്റെ ശക്തിയാൽ അവൻ നിലത്തു വീണു. ഹല്ലേലൂയ. നിലത്ത് വീണ് ചോദിക്കുന്ന ചോദ്യമാണ്. ഹല്ലേലൂയ. നിലത്ത് വീണു. ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തെന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം അവൻ കേട്ടു. ഹല്ലേലൂയ. വെളിച്ചം അവന്റെ മേൽ അടിച്ചിട്ട് അവൻ നിലത്ത് വീണ് നോക്കുമ്പോൾ അവനോട് ചോദ്യം, ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ഹല്ലേലൂയ. അടുത്ത് അവന്റെ മറുപടി നോക്കണമേ. എന്തെന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം അവൻ കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചൊല്ലുക, നീ ചെയ്യേണ്ടത് അവിടെ വെച്ച് നിന്നോട് പറയുമെന്ന് അവൻ പറഞ്ഞു. ഹല്ലേലൂയ. അവനോട് പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടെങ്കിലും ആരെയും കാണാതെ മരവിച്ചു നിന്നു. ഹല്ലേലൂയ. ശൗൽ നിലത്ത് നിന്ന് എഴുന്നേറ്റു. ഹല്ലേലൂയ. കണ്ണു തുറന്നാറെ ഒന്നും കണ്ടില്ല. അവൻ അവരെ കൈക്ക് പിടിച്ച് ദമസ്കോസിൽ കൂട്ടിക്കൊണ്ടുപോയി. അവൻ 3 ദിവസം കണ്ണ് കാണാതെയും തിന്നു പിടിക്കുകയും ചെയ്യാതെ ഇരുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിന്റെ വെളിച്ചം അവന്റെ മേൽ അടിച്ച് പറ, പെട്ടെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. തന്റെ മക്കളെ കൊല്ലാൻ വേണ്ടി ഉപദ്രവിക്കാൻ പോകുന്ന ശൗലിന്റെ മേൽ പെട്ടെന്ന് ഹല്ലേലൂയ ആകാശത്ത് ഒരു വെളിച്ചം മിന്നി. ഹല്ലേലൂയ. വെളിച്ചം മിന്നിയപ്പോൾ ആ വെളിച്ചത്തിന്റെ ശക്തിയാൽ അവൻ നിലത്ത് വീണു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരൻ, ആ വീഴ്ചയിൽ അവൻ തറയിൽ കിടക്കുമ്പോൾ ദൈവം ചോദ്യം, അല്ലയോ ശൗലേ എന്നെ നീ ഉപദ്രവിക്കുക എന്ത്? അവൻ ചോദിക്കണം, അയ്യോ ആരാകുന്ന കർത്താവ്? യേശു പറയണം, നീ ഉപദ്രവിക്കുന്ന യേശു ഞാനാണ്. ഹല്ലേലൂയ. അപ്പൊ അവൻ ചോദിക്കണം, അയ്യോ ഞാൻ ആരെയും ഉപദ്രവിച്ചോ? ശൗല് യേശുവിനെ ഉപദ്രവിച്ചോ? ഇല്ല. പിന്നെ ആരാണ് ഉപദ്രവിച്ചത്? യേശുവിന്റെ മക്കളെയാണ് എന്ത് ചെയ്തത്? ശൗൽ ഉപദ്രവിച്ചത്. അവരെയാണ് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്ന ദൈവദാസന്മാരെയാണ് എന്ത് ചെയ്യുന്നത്? ശൗല് ഉപദ്രവിച്ചത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയാം, ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം വെളിപ്പെടുകയാണ്. നിങ്ങൾക്ക് ആരില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ഭാരപ്പെടണ്ട. ഹല്ലേലൂയ. ഈ ശൗലിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി അടിച്ചപ്പോ തന്നെ അവൻ നിലത്ത് വീണു. ഹല്ലേലൂയ. ഞാൻ പറയാം, നിങ്ങൾക്കെതിരെ വരുന്ന പ്രശ്നങ്ങളെ, നിങ്ങളെ തകർക്കാൻ നോക്കുന്നത് നിങ്ങൾ കാണത്തില്ല. പക്ഷെ ആര് കാണുന്നുണ്ട്?
ദൈവം കാണുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഈ ദൈവത്തിന്റെ മക്കളെ ഉപദ്രവിക്കാൻ വരുന്നവരെ ആ ദമസ്കോസിന്റെ അകത്ത് കാലെടുത്ത് വയ്ക്കുമ്പോ തന്നെ ആ പടിവാതിൽ വെച്ച് തന്നെ ആരടിച്ചിട്ടു? ദൈവം അവരടിച്ചിട്ടു. ഹല്ലേലൂയ. ഇതേപോലെ നിന്റെ വീട്ടിന്റെ അകത്ത് കയറി വരാണ്ട പ്രശ്നങ്ങളെ നിങ്ങളെ വീട്ടിലോട്ട് കയറാതെ നിങ്ങളെ വീട്ടിന്റെ മുറ്റത്ത് വെച്ച് തന്നെ എന്ത് ചെയ്യാണ്? ദൈവം അടിച്ചിടുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കര ഞാൻ പറയാം, നിങ്ങളുടെ ആ വസ്തുവിലോട്ട് കാലെടുത്ത് വയ്ക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം? ദൈവം അടിച്ചിടുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറയാം, ഇപ്പോ ശുഭന്റെ വീട്ടിലോട്ട് കയറാൻ ഒരു പ്രശ്നം വരികയാണ്. ആ പ്രശ്നം റോഡിൽ നിന്ന് നിങ്ങൾ വീട്ടിലോട്ട് കയറാ വളവെത്തുമ്പോ തന്നെ എന്ത് ചെയ്യണം? ദൈവം അടിച്ചിടുകയാണ്. ഹല്ലേലൂയ. കാരണം വീട്ടിലോട്ട് കയറാതെ വേണം ദൈവം അടിച്ചിടും. പക്ഷെ നമ്മൾ കാണുന്നുണ്ടോ? നമ്മൾ കാണുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയാം, ഈ ദൈവം നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഈ ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങളെ വീട്ടിന്റെ അകത്ത് വരേണ്ട പ്രശ്നങ്ങളെ ദൈവം വഴിയിൽ വെച്ച് തകർത്തുകളെയാണ്. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ വെളിപ്പെടുകയാണ്. നിങ്ങളെ വീട്ടിന്റെ അകത്ത് വന്ന് കയറേണ്ട പ്രശ്നങ്ങളെ വീട്ടിലോട്ട് കയറാതെ വേണം ദൈവം എന്ത് ചെയ്യണം? വഴിയിൽ വെച്ച് നശിപ്പിച്ച് കളയണം. അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു പ്രശ്നവും ബുദ്ധിമുട്ട് വരാതെ ദൈവം നിങ്ങളെ ജീവനോടെ നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇതാ ഈ ദമസ്കോസിൽ പാർക്കുന്നവരെ നശിപ്പിക്കാൻ വന്നവരെ ദൈവം അടിച്ചിട്ടു. ഹല്ലേലൂയ. അവന്റെ കൂടെ പോയവരെല്ലാം മരവിച്ചു പോയി. ഹല്ലേലൂയ. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ശൗല് പോകുന്ന കുറെ കൂട്ടുകാരിമാർ ചേർന്നാണ് പോകുന്നത്. ഹല്ലേലൂയ. അവരെല്ലാം മരവിച്ചു പോയി. അവർ ശബ്ദം കേട്ടാൽ ആരും ഒന്നും കണ്ടില്ല. ഹല്ലേലൂയ. പക്ഷേ ശൗല് തറയിൽ നിന്ന് വീണ് എഴുതി നോക്കി അവർ കണ്ണ് കണ്ടുകൂടാ. ഹല്ലേലൂയ. കണ്ണ് കണ്ടുകൂടാ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവനെ എല്ലാവരും കൂടെ പിടിച്ചുകൂട്ടി അവന് എവിടെ നശിപ്പിക്കാൻ പോയോ ആ ദമസ്കോസിന്റെ അകത്തേക്ക് തന്നെ എന്ത് ചെയ്തു? അവനെ കൊണ്ടുപോയി താമസിപ്പിച്ചു. ഹല്ലേലൂയ. ഞാൻ പറയാം, അവൻ 3 ദിവസം കണ്ണ് കാണാതെ അവിടെ കിടന്നു. ഹല്ലേലൂയ. അവന് വെള്ളം കുടിക്കുകയും തിന്നുക ചെയ്യാതെ അവൻ ദമസ്കോസിൽ ആരെ നശിപ്പിക്കാൻ പോയോ, എവിടെ നശിപ്പിക്കാൻ പോയോ അതിന്റെ അകത്ത് തന്നെ കുരുടനായി ദൈവം അവനെ കൊണ്ടിട്ടു. ഹല്ലേലൂയ. നീ ഇന്ന് പകൽക്കര ഞാൻ നിങ്ങളൊക്കെ ദൂത വിളിച്ചു പറയാം, നിങ്ങളെ തകർക്കാൻ നോക്കുന്നവർ തകർന്നു പോകുന്നതല്ലാതെ നിങ്ങളെ രോമത്തിൽ തൊടാൻ ആരെ കൊണ്ട് പറ്റത്തില്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, ഇതാ ഈ ശൗല് ദമസ്കോസിൽ പാർക്കുന്നവരെ കൊല്ലാൻ നോക്കി, മുടിക്കാൻ നോക്കി, ജയിലിൽ കൊണ്ടിടാൻ നോക്കി. പക്ഷെ അവനെ ദൈവം അടിച്ചെന്ത് ചെയ്തു? അവനെ നിലത്തിട്ടു. അവനെ കണ്ടു കാണാതെ അവൻ തപ്പിത്തടഞ്ഞു ആ ദമസ്കോസിന്റെ അകത്ത് 3 ദിവസം പാർത്തു. ഹല്ലേലൂയ. അടുത്ത് യേശു കർത്താവ് അവിടെയുള്ള അനന്യാസ് എന്ന് പറയുന്ന ദൈവത്തിന്റെ അഭിഷേകത്തിനോട് സംസാരിക്കുകയാണ്. അനന്യാസെ, നിന്നെ ശൗൽ എന്ന് പറയുന്ന പാർക്കുന്നത്. അപ്പോ ശൗൽ പറഞ്ഞു, അയ്യോ ദൈവമേ, അവനോ ഞങ്ങളെ കണ്ടാൽ പിടിച്ചു കെട്ടി ഇതാ അവൻ ഞങ്ങളെ ജയിലിൽ കൊണ്ടിടും, അവൻ ഞങ്ങളെ കൊല്ലും, അങ്ങോട്ട് അയക്കലെന്ന് പറഞ്ഞു. പക്ഷേ യേശു പറഞ്ഞ മറുപടി, നീ അവിടെ ചെല്ലുക, നീ അവിടെ ചെല്ലുക. ഹല്ലേലൂയ. നീ അവിടെ ചെല്ലുക. അവൻ എനിക്ക് വേണ്ടി ഞാൻ തെരഞ്ഞെടുത്തൊരു വലിയൊരു പാനപാത്രമാകുന്നു. ഹല്ലേലൂയ. അവൻ എന്തെല്ലാം കഷ്ടങ്ങൾ എനിക്ക് സഹിക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ഈ അനന്യാസിനെ അങ്ങോട്ട് അയക്കണം. ഹല്ലേലൂയ. അനന്യാസ് പോയി ശൗലിന്റെ മേൽ തല കൈവച്ച് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ശൗലേ, സഹോദരാ, നീ കാഴ്ച പ്രാപിക്കാന്ന് പറഞ്ഞു. ആ സെക്കൻഡിൽ തന്നെ അവൻ കാഴ്ച പ്രാപിച്ചു. അവന്റെ കണ്ണ് തുറന്നു. കണ്ണിൽ നിന്ന് ചെലമ്പൽ പോലെ ഒന്ന് നിലത്ത് വീണു. അവന്റെ കണ്ണ് തുറന്നു. അവൻ തിന്നു പിടിച്ചു. പിന്നെ അവൻ ഇറങ്ങിയത് യേശുവിനെ പ്രസംഗിക്കുന്ന മക്കളെ കൊല്ലാൻ വേണ്ടിയല്ല, അവൻ യേശുവിനെ പ്രസംഗിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു. ഹല്ലേലൂയ. ആ വെളിച്ചം ഇതാണ് പറയാം, പെട്ടെന്ന് പറ, പെട്ടെന്ന് ആകാശത്ത് വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. ഈ വെളിച്ചം പെട്ടെന്ന് ശൗലിന്റെ ചുറ്റും മിന്നിയപ്പോൾ അവൻ നിലത്ത് വീണു. പക്ഷെ 3 ദിവസം കഴിഞ്ഞപ്പോൾ അവന് രൂപാന്തരം സംഭവിച്ചു. ദൈവം പുറത്തു കൊടുത്തു. ഹല്ലേലൂയ. അവന്റെ ജീവിതത്തെ മാറ്റി. മർക്കോസിന്റെ മാളിക മുറിക്കാതിരുന്നവരുടെ ജീവിതം മാറിയതുപോലെ ഈ ശത്രുവായ ശൗലിന്റെ ജീവിതം എന്ത് ചെയ്തു? മാറ്റപ്പെട്ടു. ഹല്ലേലൂയ. ശത്രുവായവൻ, ഈ ക്രിസ്ത്യാനികളെ കൊല്ലാൻ വന്നവൻ, യേശുവിനെ ആരെങ്കിലും പ്രസംഗിച്ചാൽ കൊല്ലാൻ വേണ്ടി ബിഷപ്പ് അധികാരപത്രം കൊടുത്തയച്ചവൻ, ഹല്ലേലൂയ, അവനെ ദൈവം നിലത്തടിച്ചിട്ടു. ഹല്ലേലൂയ. അവൻ 3 ദിവസം കണ്ണു കാണാൻ ദമസ്കോസിന്റെ അകത്ത് ഇറങ്ങി. ഈ ദമസ്കോസിന്റെ അകത്ത് കയറിയവൻ, ഹല്ലേലൂയ, പിന്നെ പുറത്തിറങ്ങിയത് യേശുവിനെ പ്രസംഗിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയാം, ശൗല് വന്നത് ദമസ്കോസിൽ പാർക്കുന്നവരെ കൊല്ലാൻ വേണ്ടിയാണ്, പിടിക്കാൻ വേണ്ടിയാണ്, യേശുവിനെ പ്രസംഗിക്കുന്നവരെ തകർക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഞാൻ പറയാം, ആ ദമസ്കോസിന്റെ അകത്ത് ദൈവം അവനെ കയറ്റി പുറത്തിറക്കിയത് യേശുവിനെ പ്രസംഗിക്കുന്നവനാക്കിയ. ഹല്ലേലൂയ. അതിന്റെ അകത്ത് കിടക്കുന്ന ഓരോ ക്രിസ്ത്യാനികളെയും അവൻ കൊന്നും പിടിച്ചില്ല, ആരെയും ജയിലിന്റെ അകത്ത് കൊണ്ടുനടത്തില്ല. പക്ഷേ എന്ത് സംഭവിച്ചു? കൊല്ലാൻ വേണ്ടി പോയവൻ അവിടെ പുറത്തിറങ്ങുന്നത് യേശുവിനെ
പ്രസംഗിക്കാൻ വേണ്ടിയായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നിന്നെ കൊല്ലാൻ വരുന്നവൻ, നിന്നെ തകർക്കാൻ വരുന്നവൻ നിന്റെ അടുക്കൽ വന്നിട്ട് പുറത്തിറങ്ങുന്നത് നിന്റെ കൂടെ സഹായിക്കാൻ യേശുവിനെ പ്രസംഗിക്കുന്നവരാക്കി മാറ്റാനാണ്. ഹല്ലേലൂയ. ഞാൻ പറയാം, ഞങ്ങളുടെ ശുശ്രൂഷയ്ക്കെതിരായി പല വെല്ലുവിളികൾ, പല അച്ഛന്മാർ, പല കമ്മിറ്റിക്കാർ പലരും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ബിഷപ്പുകാർ പ്രശ്നം ഉണ്ടാക്കുന്നു. പക്ഷേ ഞാൻ പറയാം, അവരെല്ലാം തുറന്നൊരു കർത്താവ് ഇറങ്ങി നിൽക്കുന്നു. ഹല്ലേലൂയ. ഇതാ ഈ ശൗലിന് വേണ്ടി ഇറങ്ങി വന്നവൻ ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വിരോധമായി ആരെങ്കിലും എഴുന്നേറ്റിട്ടുണ്ടോ? നിന്റെ പ്രാർത്ഥനയ്ക്ക് വിരോധമായി, നിന്റെ ആരാധനയ്ക്ക് വിരോധമായി ആരെങ്കിലും എഴുന്നേറ്റ് നിൽപ്പുണ്ടോ? ഹല്ലേലൂയ. ദൈവം നിന്നെ അവരെ നിന്റെ അടുക്കൽ കൊണ്ടുവരാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിന്നോട് കൂടെ നിന്ന് ശുശ്രൂഷിക്കത്തക്കവണ്ണം ദൈവം അവരെ കൊണ്ടുവരാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളൊക്കെ ഇന്ന് പ്രവചിച്ച് പറയുന്നു. ഹല്ലേലൂയ. ശത്രുവിനെ മിത്രമാക്കി മാറ്റുന്നവൻ നിനക്ക് വേണ്ടി എന്റെ ദൈവം ഇറങ്ങി നിൽപ്പുണ്ട്. ഹല്ലേലൂയ. നിനക്കെതിരെ ആരൊക്കെ നിൽക്കുന്നുണ്ടോ, ആരൊക്കെ നിനക്കെതിരെ വെല്ലുവിളിക്കുന്നുണ്ടോ, അവരെ നിന്റെ അടുക്കൽ കൊണ്ടുവരുന്ന ഒരു ദൈവശക്തി, അവരെ നിന്റെ കൂടെ നിർത്തുന്ന ഒരു ദൈവശക്തി, നിന്റെ ശത്രുക്കളെ പോലെ നിന്റെ കൂടെ നിർത്തുന്ന ഒരു ദൈവത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം ചലിക്കുകയാണ്. ഹല്ലേലൂയ. പകൽക്കാലം ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. ദൈവത്തിന്റെ ഭയങ്കര മഹത്വം വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, സ്വർഗ്ഗം ഇറങ്ങി നിൽപ്പുണ്ട്, യേശുവിടെ ഇറങ്ങി നിൽപ്പുണ്ട്. കർത്താവേ, നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നത്. കർത്താവേ, എല്ലാവരും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവർ അത്ഭുതമായി മാറട്ടെ, ഇവർ അത്ഭുതമായി മാറട്ടെ, ഇവർ അതിശയമാണ്. എല്ലാവരുടെ പേരും ഈ ദൈവത്തിന്റെ കൊടിയ കാറ്റ് അടിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാവരുടെ പേരും ദൈവത്തിന്റെ കൊടിയ കാറ്റ് അടിക്കട്ടെ, ദൈവത്തിന്റെ കൊടിയ കാറ്റ് അടിക്കട്ടെ, ദൈവത്തിന്റെ കൊടിയ കാറ്റ് അടിക്കട്ടെ. ദൈവത്തിന്റെ ഭയങ്കര മഹത്വം ഇപ്പോൾ വ്യാപരിക്കുന്നു, ഭയങ്കര മഹത്വത്തോടെ വ്യാപരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ എല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. ഇവർ അത്ഭുതമായി മാറട്ടെ, ഇവർ അത്ഭുതമായി മാറട്ടെ, ഇവർ അത്ഭുതമായി മാറട്ടെ, ഇവർ അത്ഭുതമായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇവരെല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അന്ന് തന്നെ കൂടെ ഇരിക്കണമേ, അത്ഭുതങ്ങൾ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന നന്ദി യേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ. ഹല്ലേലൂയ. 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 ആശീർവാദം കർത്താവേ യേശുവിന്റെ കൃപയും പിതാവിന്റെ സ്നേഹവും പരിസംസര കൂട്ടായ്മയും ഇന്ന് മുതൽ എല്ലാവരും നമ്മുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.